ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇത്തിരി നേരം വൈകാണ് എനിക്കത്. അപ്പോൾ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എനിക്കുതന്നെ. അപ്പോൾ രാവിലെ എനിച്ചിട്ട് ചോറ് വെപ്പും കറിയും പിന്നെ മിറ്റടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായയുടെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ചായക്ക് ദോശയും ചട്നിയാണ്, തേങ്ങ ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കണത്. എനിക്ക് പണ്ടിങ്ങനെ ദോശ ഇങ്ങനെ പരത്താനൊന്നും എനിക്കറിയില്ലായിരുന്നു. അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നേ പിന്നെയാണ് ഇങ്ങനെ ചെയ്ത് പഠിച്ചത്. ചായ കുടി കഴിഞ്ഞിട്ട് അതേ തുണികളൊക്കെ അഴമ വിരിച്ചിടാൻ വേണ്ടി പോകാനിട്ട്. നേരത്തെ പറഞ്ഞില്ലേ മൊത്തത്തിൽ മടിയായതുകൊണ്ട് ഇന്ന് മിഷ്യത്തിലിട്ടാണ് തുണികളൊക്കെ അലക്കിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതേ അഴമ വിരിച്ചിടാൻ പോകാനിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതേ പിള്ളേരെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവരെ റെഡിയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഇതേ പച്ചക്കറികളുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കാണിട്ടാ. ഇവിടെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. വഴുതനങ്ങയ്ക്ക് അത്ര വലിയ നീട്ടമൊന്നും വെച്ചില്ലെങ്കിലും ചെറുതിലേ തന്നെ അത് മൂത്ത് പഴുത്തു തന്നെ. അപ്പോൾ അതിനെ വേഗമൊക്കെ പറിച്ചെടുക്കാനിട്ടാ. എന്നിട്ടത് ഉപ്പേരിയൊക്കെ വയ്ക്കാമെന്ന് വെച്ചാൽ ഇന്ന് ഉപ്പേരി വയ്ക്കണില്ല, പിന്നെ എപ്പോഴെങ്കിലും അത് ഉപ്പേരി വയ്ക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ പറിച്ചെടുക്കാനിട്ടാ. പിന്നെ ദേ ഞാനിവിടെ 3 കുക്കുംബർ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് ഇങ്ങനെ പെൺപൂവ് വന്നിട്ടില്ല, ഇങ്ങനെ ആൺപൂവായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഡ്രാഗൺ ഫ്രൂട്ടുമ്മ ഇങ്ങനെ മുട്ടൊക്കെ ഉണ്ടായോ എന്ന് ഇങ്ങനെ നോക്കാനിട്ടാ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ ഇങ്ങനെ മുട്ട ഇട്ടെന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടുമ്മ മുട്ടൊക്കെ ആയോ എന്ന് ഇങ്ങനെ നോക്കാനിട്ടാ. പിന്നെ ഈ കപ്പക്കായ ഞാൻ 4ാമത്തെ നട്ട കപ്പങ്ങയാണ് ഇട്ടത്. ഞാൻ ആദ്യം ഒരു 3 നട്ടത് ചീഞ്ഞു പോയിട്ടാണ്. എനിക്കത് കറക്റ്റ് എങ്ങനെ നടണ്ടേന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു കുഴി കുത്തി ഇങ്ങനെ നടും, അതിൻ്റെ കടയ്ക്ക് ഇങ്ങനെ വെള്ളം കെട്ടിയിട്ട് അതിങ്ങനെ ചീഞ്ഞു പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അതേ പൂവൊക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങണുണ്ട് കേട്ടോ. അതുമേ പിന്നെ അതേ താമരയിൽ മുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ട്. ഇത് അമേരിക്കാമരിയാണ് കേട്ടോ. ഇതിൽ ആദ്യത്തെ ഒരു മുട്ട ഉണ്ടായിരുന്നു. ഇത് കാക്ക കൊത്തി താഴിട്ട് അങ്ങനെ കൊത്തി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴേക്കും ഭാഗ്യത്തിനൊരു മുട്ട ഇങ്ങനെ ഉണ്ടായി വന്ന് ഇപ്പോൾ ഇത് അടുത്തൊരു മുട്ടും കൂടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാക്കേനെ പേടിച്ചിട്ട് ഇത് കുട വെച്ച് ഇങ്ങനെ മറക്കാണ്ടാണ് ചെയ്യണത്. പിന്നെ അതേ വേറൊരു താമരയിൽ ഇങ്ങനെ മുട്ട വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബൗൾ ലോട്ടസാണ്, വൈറ്റ് മസ്കി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാനിങ്ങനെ കാക്ക കൊത്താണ്ടിരിക്കാൻ വേണ്ടി ഈ ഇലയുടെ ബാക്കിൽ ഇങ്ങനെ മറച്ചാണ് വെക്കണത്. ഇനി ഇതിനും എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ കാക്ക അത് കൊത്തിക്കൊണ്ട് പോകും. പിന്നെ അത് കഴിഞ്ഞ ദിവസം നട്ട അങ്ങനെ ആമ്പലാണ് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നല്ലപോലെ വളരണുണ്ട്. അങ്ങനെ ദേ രാവിലത്തെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് ദേ അകവും പേരൊക്കെ അങ്ങോട്ട് അടിച്ച് വരെ തുടച്ചൊക്കെ ഇടാമെന്ന് വെച്ചിട്ട് അതിൻ്റെ പരിപാടിയാണ് കേട്ടോ. പിന്നെ വിരിയൊക്കെ മാറ്റാമെന്ന് വെച്ച് ഈ വിരി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ദേ വൈകിട്ടായപ്പോൾ ഞാനും വല്യമ്മയൊക്കെ കാരക്കായ ഇങ്ങനെ പറക്കി നിന്നിട്ട് ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പിന്നെ ഇത് ഇതുമ്പോൾ കുറേ കാരയ്ക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. ഈ കാരയ്ക്ക പറക്കുമ്പോൾ കുറേ പഴയ കാല ഓർമ്മകളൊക്കെ വരും കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലാണ്ടായപ്പോൾ എന്തോരം അടുത്ത വീടുകളിൽ നിന്നൊക്കെ പറക്കി ഇങ്ങനെ നമുക്ക് അയച്ചേക്കണേന്നറിയോ. ഒരു 50 ദിവസമൊക്കെ അവരൊക്കെയാണ് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് വെച്ച് ഇങ്ങനെ കഴിക്കുക. ഇപ്പോൾ അവനവൻ്റെ വീട്ടിലുണ്ടായപ്പോൾ ഈ സാധനത്തിന് വലിയ വിലയൊന്നുമില്ല. ഇങ്ങനെ നടന്നങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കാരക്കായൊക്കെ ഇങ്ങനെ പറിക്കാനും അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സൈഡിലെ പുല്ല് പറിക്കാൻ കേട്ടോ. മിറ്റടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കൂടുതൽ പുല്ലുള്ളത്. അപ്പോൾ ചവറൊക്കെ അങ്ങനെ അടിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൈ അവിടെ തന്നെ ഈ പുല്ലും പറിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഈ മഴ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പെയ്യാത്ത പുല്ലൊക്കെ പറിക്കാൻ ഇച്ചിരി പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് പറിച്ചെടുക്കാൻ വേണ്ടി. എനിക്കിങ്ങനെ പുല്ലൊന്നും ഇല്ലാണ്ട് മിറ്റം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് ഇഷ്ടം. പിന്നെ ഞാൻ പണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം ആവാറായി. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ച് നാൾ ഇവിടെ തൊഴിലുറപ്പില്ല ചേച്ചിമാരൊക്കെ ഇങ്ങനെ നിർത്തിയിരുന്നു. പിന്നെ ഇപ്പോൾ അവരൊന്നും അങ്ങനെ നിർത്താറില്ല കേട്ടോ പണിക്ക്. കാരണം നമുക്ക് തന്നെ ചെയ്യാവുന്ന പണികളൊക്കെ ഉള്ളൂ ഇവിടെ. പിന്നെ കഴിഞ്ഞ കൊല്ലം ഒരു ചേട്ടനെ ഇവിടെ പണിക്ക് നിർത്തിയിരുന്നു. അത് ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് ആ മഴയുടെ ടൈമായിരുന്നു. അപ്പോൾ കുറേ പുല്ലൊക്കെ വിളിച്ച് കാട് പിടിച്ചോണായിരുന്നു കേട്ടോ മിറ്റം. പിന്നെ ആ ചേട്ടനെ നിർത്തിയിട്ട് മിറ്റമൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. എൻ്റെ ചെടികൾ, പച്ചക്കറികൾ പിന്നെ അതൊക്കെ നശിച്ചു. പിന്നെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി. പിന്നെ അല്ലാണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ജൂണിൽ ഞാൻ ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ടൈമിലാണ് പോൺസി ചേച്ചി എന്നോട് പറഞ്ഞത്. പോൺസി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാരാണ്? നമ്മുടെ പോൺസി കിച്ചണിലെ പോൺസി ചേച്ചി എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ചേച്ചി പറഞ്ഞ അന്ന് തൊട്ട് ഞാൻ ഇതേ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. അത്യാവശ്യം കുറച്ച് വ്യൂസും കുറച്ച് സബ്ബൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കേട്ടോ.